ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭായോഗത്തിൽ നിങ്ങളോട് ചേർന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്കത് ലഭിച്ച വലിയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷിക്ത ദൈവദാസൻ ഷിജു പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കുടുംബമായിട്ട് ദൈവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അദ്ദേഹം നല്ല ഒരു പാസ്റ്റർ മാത്രമല്ല, നല്ലൊരു പാട്ടുകാരനും കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. വളരെ മനോഹരമായി പാടി അദ്ദേഹം. അതുപോലെ തന്നെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് നൽകി തന്ന ബഹുമാന്യ ദൈവദാസൻ വിക്ടർ പാസ്റ്ററെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നല്ലവരായ നിങ്ങളെല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം, പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 38 വർഷമായി കർത്താവിൻ്റെ വേലയിലൊക്കെ ആയിരിക്കാൻ ദൈവം അടിയനെ സഹായിച്ചു. ഒരു മ്യൂസിക് ടീമിൻ്റെ നേതൃത്വം കൊടുക്കുന്ന 38 വർഷമായി ഒരു മ്യൂസിക് ടീമിൻ്റെ നേതൃത്വം കൊടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നിങ്ങളൊക്കെ കേട്ട് കാണും. കാസറ്റിലൊക്കെ പാടുന്ന ജിജി സാം എന്ന് പറഞ്ഞ സഹോദരി കഴിഞ്ഞ 28 വർഷമായിട്ട് എൻ്റെ കൂടെ പാടുന്നു. ഞങ്ങൾ ഒന്നിച്ച് പാടുന്നു. പ്രേസ് സിംഗേഴ്സ് എന്നാണ് മ്യൂസിക് ടീമിൻ്റെ പേര്. പിൽഗ്രിംസ് വിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ചർച്ച് മിനിസ്ട്രി ഞങ്ങൾക്കുണ്ട്. ചർച്ച് കോഡിലാണ് ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് ഉള്ളതെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഭ കൂടിയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ബീഹാർ, ഒറീസ, തമിഴ്നാട്ടിലെ തേനി, അതുപോലെ തന്നെ നീലഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. കേരളത്തിലുമുണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും അവിടുത്തെ പാസ്റ്ററായിട്ടും സേവനം അനുഷ്ഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകേണ്ടതുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ചർച്ചിൽ മാത്രം ഇരിക്കാനൊക്കത്തില്ല. കാരണം ഇന്ത്യയിൽ പല ഭാഗത്തും കടന്നു പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ പെട്ടെന്ന് അവിടേക്ക് പോകേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. എല്ലാം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് എൻ്റെ മോൻ ഇവിടെയുണ്ട്. പാസ്റ്റർ പറഞ്ഞല്ലോ, മോൻ അവിടെ ജെറി എന്നാണ് പേര്. ഓർഗൻ വായിക്കുന്നു, അതുപോലെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. QMBCയുടെ കൺവെൻഷനൊക്കെ അവനും ഉണ്ട്. അതിലൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 മക്കളാണ്. മൂത്ത മോനാണ് ജെറി, അവർ കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. മോളുമുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകൻ ജോബി. രണ്ടുപേരും വർഷിപ്പ് ലീഡേഴ്സാണ്. കോട്ടയത്ത് ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഒരു ചർച്ചിൽ അവനും വർഷിപ്പിൽ കീബോർഡിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കർത്താവിൻ്റെ വേലയിൽ 2 മക്കളും ആയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ ദിവസങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പിതാക്കന്മാരുടെ സ്ഥാനത്ത് എൻ്റെ പുത്രന്മാരെ ഇരുത്തും. ഹല്ലേലൂയ. നമ്മുടെ പുത്രന്മാരെ നമ്മുടെ സ്ഥാനത്ത് ദൈവം ഇരുത്തും. അതൊരു ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇന്ന് തലമുറയെക്കുറിച്ചൊക്കെ വളരെ ഭാരപ്പെടുന്നൊരു കാലമാണെങ്കിലും കർത്താവിൻ്റെ വേലയിലൊക്കെ ആക്കി തീർത്താലുണ്ടല്ലോ, സമാധാനത്തോടെ നമുക്കിരിപ്പാൻ ദൈവം സഹായിക്കും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു മ്യൂസീഷ്യൻ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അനേക ഗാനങ്ങൾക്ക് സംഗീതം പോയിരുന്ന ഒരാളാണ്. നിങ്ങൾ പാടി 25 വർഷം മുമ്പ് ഞാൻ ഖത്തറിൽ വന്നിട്ടുണ്ട്. ചർച്ചോകോട് സഭയും എന്നെ സ്പോൺസർ ചെയ്ത് പാട്ടുകാരനായിട്ടാണ് ഞാൻ വന്നത്. 2 മാസക്കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ അസംബ്ലീസ് ബോർഡിലൊരു ദൈവദാസൻ പ്രസംഗിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാ ചർച്ചകളിലും ഞാൻ പോകുന്നത്. അന്ന് ചർച്ചകളില്ല, ഓരോ വീട്ടിലാണ് ആരാധന. ഭയത്തോടെയും വിറയലോടെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. അന്ന് വേദോസ്തം പോലും ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് അനുവാദമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഈ വീടുകളിൽ അതും എയർടൈറ്റാക്കി ഇതുപോലുള്ള ചെറിയ സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ച് ആണ് അന്നത്തെ കാലത്തെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതൊരു വലിയ അനുഭവമായിരുന്നു. പക്ഷേ ആ ഖത്തറേയല്ല ഈ ഖത്തർ. ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചു. ഞാൻ അന്തിച്ചു പോയിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ കാര്യമൊക്കെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ വലിയ മാറ്റം. അതിന് ഒരു കാര്യം ഞാൻ എൻ്റെ ഹൃദയത്തിൽ വന്നു. ഭയത്തോടെയൊക്കെ അന്ന് നമ്മൾ വന്നെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യമായി വചനമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഖത്തറിനെ ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരാധന വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ അനുഗ്രഹം ഈ ദേശത്ത് വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം എവിടെ കടന്നു ചെല്ലുന്നു അവിടെ വിടുതലുണ്ട്. സ്തോത്രം. ഉറപ്പാണ് ആ കാര്യം. ദൈവവചനത്തിന് ബന്ധനമില്ല. ഏത് പ്രതികൂലത്തെയും കവർ ചെയ്യുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതിനെക്കുറിച്ച് എന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ളത്. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് വലിയ ഇഷ്ടമാണ് തമിഴ് പാട്ട്. നിങ്ങൾ തമിഴിലൊക്കെ ആരാധിക്കുന്നത് പാടുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
അത് ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ടടി ഒന്ന് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ആ മിനിസ്ട്രിക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ് പാട്ട് പാടും, നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഹിന്ദി പാട്ട് പാടും, കേരളത്തിൽ വരുമ്പോൾ മലയാളം പാടും. ഇങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇന്ന് നിങ്ങളിവിടെ തമിഴിലൊക്കെ പാടിയത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. கர்த்தரை ஸ்துதியுங்கள், அவர் என்றுமல்ல கர்த்தரை ஸ்துதியுங்கள், அவர் என்றுமல்லவர், அவர் பேரன்பும் என்றுள்ளது. ஒருவராய் அவர் அதிசயங்கள் செய்தாரே, வானங்களே ஞானமாய் உண்டாக்கி மகிழ்ந்தாரே. ஒருவராய் பாவரும் அதிசயங்கள் செய்தாரே, வானங்களே ஞானமாய் உண்டாக்கி மகிழ்ந்தாரே. இன்று போச்சு புகழுவோம், நாம் உயர்த்தி மகிழுவோம். இன்று போச்சு புகழுவோம், நாம் உயர்த்தி மகிழுவோம். கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் என்றென்றும் என்றும் உள்ளது. கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் பேரன்பும் என்றும் உள்ளது. பகலை ஆழ்வதற்கு கதிரவனுண்டாக்கினார், இரவை ஆழ்வதற்கு சந்தனை உருவாக்கினார். பகலை ஆழ்வதற்கு கதிரவனை உண்டாக்கினார், இரவை ஆழ்வதற்கு சந்திரனை உருவாக்கினார். இன்று போச்சு புகழுவோம், புகழ்த்தி மகிழுவோம். இன்று போச்சு புகழுவோம், நாம் உயர்த்தி மகிழுவோம். கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் பேரன்பும் என்றும் உள்ளது. கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் பேரன்பும் என்றும் உள்ளது. ஒருவராய் மாபெரும் அதிசயங்கள் செய்தாரே, வானங்களே ஞானமான் உண்டாக்கி மகிழ்ந்தாரே. அதிசயங்கள் செய்தாரே, வானங்களே ஞானமான் உண்டாக்கி மகிழ்ந்தாரே. போச்சு புகழுவோம், மகிழுவோம். போச்சு புகழுவோம், உயர்த்தி மகிழுவோம். கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், அவர் பேரன்பும் என்றும் உள்ளது. கர்த்தரை துதியுங்கள், அவர் என்று நல்லவர், பேரன்பும் என்றும் உள்ளது. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അങ്ങേ ആരാധിക്കാനാണല്ലോ ഞങ്ങൾ വന്നത്. കർത്താവിനെ ആരാധിക്കാന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ഭാഗ്യം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന ഭാഗ്യപദവിക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് വിടുതലോടെ മടങ്ങാൻ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ ശബ്ദം വനങ്ങളുടെ തോലിരിക്കുന്നതാ. ദൈവത്തിൻ്റെ ശബ്ദം മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്ന അങ്ങനെ ചില അത്ഭുതങ്ങൾ കർത്താവേ, ആ ദൈവശബ്ദങ്ങൾ ഇന്ന് പകൽക്കാലം കേൾക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കാര്യങ്ങളിൽ അടിയനെ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ സംസാരിക്കണം. അടിയൻ കുറയണം, കർത്താവ് വളരണം. അങ്ങയുടെ പൊന്നുനാമം മഹത്വമായി തീരണം. യേശു രക്ഷനെ വിലയേറിയ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. അനേക കാര്യങ്ങൾ മുഖവരിയായി പറയാനുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ സമയമില്ല. അനേക ഗാനങ്ങൾക്കൊക്കെ നിങ്ങൾ പാടി ആരാധിക്കുന്ന പല ഗാനങ്ങളും ഒക്കെ സംഗീതം ചെയ്യുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും നടത്തിയ വിധങ്ങൾ ഓർത്ത് ആ ഗാസറ്റുമായിട്ടാണ് ഞാൻ 2000 ഇവിടെ വന്നത്.
അത് അനേകർക്ക് അനുഗ്രഹമായിരുന്നു. ഇന്ന് നിങ്ങളതൊക്കെ പാടുന്നുവെന്ന് ഞാൻ അറിയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എനിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. അച്ചപ്പ എന്നാണ് എൻ്റെ കാസറ്റിനകത്തൊക്കെ എൻ്റെ പേര്. എൻ്റെ വീട്ടിലെ പേരാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അപ്പനിട്ട പേരാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്, ഒരു പലഹാരവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ മറക്കത്തില്ല. ഇടയ്ക്ക് ഓർക്കുമ്പോൾ ഒരു സ്തോത്രം ചെയ്ത ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി പൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു ഭാഗം വേഗത്തിൽ വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3 മുതൽ. ആ ആ ആ നിങ്ങൾ കാണുമ്പോൾ ആ വായിച്ചോ. ആ 2000 മുഴം അകലമുണ്ടായിരിക്കണം. ആ ഉം, ആ ആ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അതിനകത്തെ കുറിവാക്യം എന്ന് പറയുന്നത്, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ ഇതിനു മുൻപേ പോയിട്ടില്ലല്ലോ. ഒരു പുതിയ വഴിയിലൂടെ ദൈവം നടത്താൻ പോവുകയാണ്. സ്തോത്രം. ഇവിടെ 3-ാമത്തെ ആ വാക്യം മുതൽ നമ്മൾ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ഇസ്രായേൽ മക്കൾക്ക് വഴി അടഞ്ഞു നിൽക്കുക. സ്തോത്രം. മുൻപോട്ട് പോകുവാൻ യാതൊരു വഴിയും തുറക്കാതെ ഭാരത്തോടെ അവർ നിൽക്കുന്നത് യോർദാൻ്റെ മുമ്പിലാണ്. സ്തോത്രം. യോർദാൻ്റെ മുമ്പ് സ്തോത്രം മുൻപെന്ന് പറയുന്നത്, യോർദാൻ എന്ന് പറയുന്നത് ചെങ്കട് പോലെ ഉള്ള ഒരു നദിയല്ല യോർദാൻ. യോർദാൻ്റെ പിന്നെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് അതെപ്പോഴും പിന്നെ ആർത്തലച്ച് എല്ലാം നശിപ്പിക്കുന്ന നിലയിലുള്ള ഒരു വല്ലാത്ത വെള്ളപ്പാച്ചിലുള്ള, ആരെയും തകർത്ത് കളയുന്ന ശക്തിയുള്ള ഒരു നദിയായിട്ടാണ് യോർദാനെ കാണുന്നത്. നമുക്കറിയാം, കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ കര കവിഞ്ഞൊഴിഞ്ഞ് സകലതിനെ നശിപ്പിക്കുന്ന ഒരു യോർദാനാണ്. അതിന് മരണ യോർദാനെന്നും സ്തോത്രം പൈശാചിക യോർദാനെന്നൊക്കെ ദൈവദാസന്മാർ എന്നെ വിളിക്കാറുണ്ട്. സ്തോത്രം. നമുക്കും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യോർദാൻ കടക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, എപ്പോഴും നശിപ്പിക്കുന്നതാണ് യോർദാൻ. അവിടെ വന്ന് ജനം നിൽക്കുകയാണ്, ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല, ഒരു വഴി തുറക്കണം. യോശുവയുടെ മുമ്പിൽ അവർ നിലവിളിച്ചു, ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ നിർവാഹമില്ല, ഞങ്ങൾ എന്തു ചെയ്യണം? യോശുവ ദൈവസനെ നിലവിളിച്ചു. ദൈവം ഒരു അരുളപ്പാട് കൊടുത്തതാണ് നമ്മൾ വായിച്ചത്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ അവരുടെ പിന്നാലെ നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ വായിക്കുന്നു, പെട്ടകം മുൻപേ കടന്നു പോകണം. പെട്ടകം മുന്നമേ കടന്നു പോകണം. അതിന് 2000 മുഴം പുറകിലായിട്ട് ജനങ്ങൾ കടന്നു പോകണം. എന്തുകൊണ്ടാണ്? ദൈവവചനം, അതായത് സ്തോത്രം, പെട്ടകമെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ഏത് പ്രതികൂലങ്ങളെയും തകർക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം മുന്നമേ പോകണം. സ്തോത്രം. ഈ പെട്ടകം എന്ന് പറയുന്നത് ദൈവം തന്നെയാ. ദൈവത്തിൻ്റെ ആ മുഴു ശക്തിയുള്ളതാണ് ഈ പെട്ടകം എന്ന് പറയുന്നത്. പെട്ടകത്തിന് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ശക്തിയുമില്ല. ദൈവവചനത്തെ തടയുന്ന ഒരു ശക്തിയുമില്ല. നിങ്ങൾ നോക്കിയാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഒരു കാലത്ത് ഇവിടെ വേദപുസ്തകമായി വരാൻ ഒക്കത്തില്ലായിരുന്നു, ഇവിടെ ആരാധിക്കാൻ ഒക്കത്തില്ലായിരുന്നു. പക്ഷേ പെട്ടകം വന്നപ്പോൾ സ്ഥിതി മാറി. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഖത്തറിന്റെ ദൈവം അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ അതിലൂടെ നമ്മളും അനുഗ്രഹം പ്രാപിച്ചു. പ്രിയ ദൈവത്തിലെ വചനം എവിടെ മുന്നമേ കടന്നു പോകുന്നു, അവിടെ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? അല്ലെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒരു പുതുവഴി ഒരുക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. നിങ്ങൾ ഇതുവരെ പോയൊരു വഴിയല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, നമ്മൾ ഇങ്ങനെയല്ലേ വന്നത്, ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകുന്നതൊക്കെ പോട്ടെ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ധാരണയെങ്കിൽ അത് ഇന്ന് പൽക്കാലം ദൈവം തിരുത്തി എഴുതാൻ പോകുക. ഇതുവരെ കാണാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ഇന്ന് പൽക്കാലം വിളിച്ചു പറയുക. സ്തോത്രം. നിങ്ങൾ ഓർക്കും, ഈ ഗസ്റ്റ് പാസ്റ്റേഴ്സൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു എന്തെങ്കിലുമൊക്കെ, ഒരിക്കലും അങ്ങനെയല്ല.
പ്രിയമുള്ളവരെ, സ്തോത്രം, വചനം ഇഷ്ടംപോലെ കൈ ദൈവം തന്നിട്ടുണ്ട്. കഴിഞ്ഞ 38 വർഷമായിട്ട് ഇത് സ്തോത്രം ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രസംഗം എടുത്ത് പ്രസംഗിക്കാനല്ല ഇവിടെ വന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ചില ആവശ്യങ്ങൾ വഴിമുട്ടി നിൽക്കുന്നവരാ, ചില പ്രയാസങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കുന്നതാ. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, നിങ്ങൾ എഴുതിയിട്ടോ, സ്തോത്രം, ഈ സഭയുടെ സ്തോത്രം ഹല്ലേലൂയ സ്ഥിതി തന്നെ ദൈവം മാറ്റും. ചില വിടുതലുകളെ സഭയിൽ ദൈവം നടത്തും, ചില അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, വചനം മുന്നേ പോട്ടെ. വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, വചനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, വചനം അനുസരിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഇന്ന് പൽക്കാലം വിശുദ്ധ ആരാധന വിളിച്ചു പറയുക. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. 1-2 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം, അതാണ് പ്രധാനം. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ശുദ്ധീകരണം ദൈവജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിശുദ്ധി പ്രാപിക്കണം. ഇന്ന് സ്തോത്രം, നമുക്കറിയാം, ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്, 7-ാം ദിവസം സഭായോഗം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയാ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പാപ പരിഹാര ദിവസമല്ലയോ എന്ന് പറഞ്ഞാൽ, പാപത്തിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമല്ലേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സകല ബലഹീനതകളെയും കുറവുകളെയും ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവത്തിന് നന്ദി കരേറ്റുമ്പോൾ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ, എപ്പോഴും ശുദ്ധിയുള്ളവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ തടഞ്ഞു നിർത്തുവാൻ ഒരു യോർദാനും കഴിയത്തില്ല. സ്തോത്രം. 1, വചനം മുൻപേ പോകണം. 2, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യും. ഒരു സ്തോത്രം വന്നില്ല. ഹല്ലേലൂയ. പ്രധാനം, നമ്മുടെ ഈ ആരാധനയുടെ പേര് തന്നെ വിശുദ്ധ സഭായോഗമാണ്, അല്ലേ? വിശുദ്ധ സഭായോഗമാണ്. കാരണം നമ്മൾ ശുദ്ധീകരണ ഒരു പ്രക്രിയ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ കഴുകും, ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. പ്രിയമുള്ള, ആത്മാവിൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി യേശുവിൻ്റെ രക്തത്താലും വചനത്താലും അവൻ്റെ ആത്മാവിനാലും നമ്മളെ ശുദ്ധീകരിക്കപ്പെടും. സ്തോത്രം. ഈ 3 പ്രക്രിയയും ആരാധനയിൽ നടന്നുകൊണ്ടിരിക്കുക. വചന ശുശ്രൂഷയിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുക. ഇവിടെ സ്തോത്രം വിളിച്ചു പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഒരു പ്രധാന ഘടകമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയെ ഞാൻ തുറക്കും. നിങ്ങൾ ഇതുവരെയും പോകാത്തൊരു വഴി. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഉദാഹരണമുണ്ടെങ്കിലും ആ ചെറിയ സമയത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് സ്തോത്രം ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു നിലവിളിയാണ്. അത്ഭുതങ്ങളുടെ വഴികളെ തുറക്കുന്ന ഒരു നിലവിളിയാണ്. നമ്മൾ ഏത് നിലവിളിക്കകത്ത്, ഏത് പ്രതികൂലത്തിനകത്തും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ദൈവത്തിൻ്റെ ഒരത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. കരയുന്നവൻ അത് ലഭിക്കും, നിലവിളിക്കുന്ന ലഭിക്കും, ശുദ്ധീകരണം പ്രാപിക്കുന്നവൻ ലഭിക്കും. ദൈവം നിന്നെ വിഷയത്തിലൂടെ വഴിയിലൂടെ കടത്തിവിടുമ്പോൾ ഒരു വിശാല വഴിയിലൂടെയല്ല കടത്തിവിടുന്നത്. ചില പ്രതികൂലം മുന്നിലുണ്ട്, ചില പ്രശ്നങ്ങൾ. ദൈവത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് വിശാലമായ വഴിയിലൂടെ നടത്തുകയല്ല, ചില ഇടുക്കത്തിലൂടെയും ചില ഞെരുക്കത്തിലൂടെയും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിന്നെ നടത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, അതിൻ്റെ അകത്ത് ഒരത്ഭുതമുണ്ടാകും. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ഇത് ഹല്ലേലൂയ കാണിക്കുവാൻ ഒരല്പം സമയമെടുക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഗുപ്തനിധികളെ തരും. അല്ലോ, ഒളിഞ്ഞിരിക്കുന്ന നിധികളെ ദൈവം നിനക്ക് തരും. കാരണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്തോത്രം. പക്ഷേ ചില പ്രയാസത്തിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ ഒന്നോർത്തു, ഇത് നിങ്ങളുടെ അവസാനമൊന്നുമല്ല, ഇത് ഈ പ്രശ്നത്തിൻ്റെ അവസാനമൊന്നുമല്ല, അതിനകത്ത് ഒരത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. എസ്തർ ആ ആ ആ ആ ആ ആ ആ മതി. സ്തോത്രം. ഇതുവരെ പോകാത്തൊരു വഴിയിലൂടെ ഒരു ഭക്തനെ ദൈവം നടത്തിയ, ഇതുവരെ പോകാത്ത വഴി. പ്രിയമുള്ളവരെ, നോക്കിയ സ്തോത്രം,
ഹല്ലേലൂയ. എസ്തറിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു, മൊർദെഖായി എന്ന മനുഷ്യൻ തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി രാപ്പകൽ ദൈവത്തിൽ നിലവിളിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഹാമാൻ എന്ന് പറഞ്ഞ മനുഷ്യനെ വന്നിച്ചില്ലെന്ന് പറഞ്ഞ് ആ രാജാവും ഹാമാനും തൻ്റെ ജനത്തിന് എതിരായി തിരിഞ്ഞു. സ്തോത്രം. പിശാചും രാജാവും തമ്മിൽ ഒത്ത് ഒരു പ്രവർത്തനം ചെയ്തു. ഈ സകല ജനത്തെ കൊന്നുകളയുവാൻ ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. അതെല്ലായിടത്തും ചെന്നു. നാളെ ഈ നേരത്ത് ഓരൊറ്റ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ പോലും ദേശത്ത് കാണരുത്, ഒരൊറ്റ യഹൂദൻ പോലും ജീവിച്ചിരിക്കരുത്, സകലത്തിനെ തകർത്ത് കളയുമെന്നൊരു ഓർഡർ കൊടുത്തു. ഇത് ഈ സംഭവിച്ചതറിഞ്ഞപ്പോൾ സ്തോത്രം മൊർദെഖായിയുടെ ഹൃദയം തകർന്നു. പ്രിയമുള്ളവർ, ഓർത്തെ, ഒരു മനുഷ്യൻ, ജനത്തിന് വേണ്ടി ഇടവിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ ജനത്തെ നശിപ്പിച്ചു കളയുമെന്ന് വിചാരിച്ചപ്പോൾ തൻ്റെ ഹൃദയം പൊട്ടി. അദ്ദേഹം ചെയ്തെന്താ? നേരെ പട്ടണത്തിൻ്റെ നടുവിലേക്ക് ഓടി. താൻ ഇതുവരെ പോകാത്ത നിലകളിൽ തൻ്റെ വസ്ത്രം കീറി, തരട്ടെടുത്ത് തൻ്റെ തലയിൽ ചാരം വാരിയിട്ട് അത്യുച്ചത്തിൽ നിലവിളിച്ചു. കണ്ടോ? അത്യുച്ചത്തിൽ നിലവിളിച്ചു, ആലറി കരഞ്ഞു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ പട്ടണത്തെ നടുവിൽ പുള്ളിക്ക് ലജ്ജയില്ലായിരുന്നു, ആരെങ്കിലും കാണുമെന്നൊരു ഭാരമില്ലായിരുന്നു. പലരും ഭ്രാന്തനെന്ന് വിളിച്ചുകാണ്, ബുദ്ധിയില്ലാത്തവരെന്ന് വിളിച്ചുകാണ്. പക്ഷെ ഇതൊക്കെ പ്രശ്നം അതല്ല. അദ്ദേഹത്തിന് ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ജനത്തിനെ ദൈവം വിടുവിക്കണം. സ്തോത്രം. പരിസരം മറന്ന് ദൈവസ്ഥലം നിലവിളിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 6:11 വായിച്ചാട്ടെ. 6:11. മതി. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കിക്കേ, രാജവസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിലൂടെ നടത്തുമെന്ന് പറഞ്ഞാൽ താൻ എവിടം വരെ കരഞ്ഞുകൊണ്ട് പോയോ ആ വഴിയിലൂടെ തന്നെ ദൈവം ആദരിച്ചു. എത്ര പേർ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുക? പ്രിയ ദൈവത്തിലെ സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം ഇത്ര വലിയൊരു വിടുതലൊന്നും പ്രതീക്ഷിച്ചല്ല താൻ കരഞ്ഞെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ദൈവസ്ഥലിൽ കരഞ്ഞ ദൈവത്തിലെ നിന്നെ ദൈവം മാനിക്കാതിരിക്കത്തില്ല. സ്തോത്രം. എവിടെ നീ തകർന്നു, എവിടെ നീ ഭാരപ്പെട്ടു, എവിടെ ഇരുന്നുകൊണ്ട് നീ നിലവിളിച്ചു, അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കും. സ്തോത്രം. തകർന്നതിനെ പണിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഉടഞ്ഞു പോയതിനെ വീണ്ടും പണിയുന്ന ദൈവമാ എൻ്റെ ദൈവം. അതിൽ ഇന്ന് പകൽക്കാലം ഉറപ്പോടെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ ദൈവം നിന്നെ തകർക്കാനല്ല വിഷയങ്ങൾ വരുന്നത്. ദൈവം നിന്നെ ഒന്ന് ശക്തനാക്കി എടുക്കാനാ, ദൈവം നിന്നെ ഒന്ന് ബലമുള്ളവനാക്കി എടുക്കാനാ, ദൈവത്തിന് കുറെ കൂടെ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനാ. ഈ തകർച്ച ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം അവസാനമല്ല ദൈവത്തിലെ, ഇത് ചിലതിൻ്റെയൊക്കെ ആരംഭമാ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിലവിളിക്കുന്ന ദൈവത്തിലെ, ഇതിനൊരു മറുപടിയുണ്ട്. നിന്റെ വിഷയത്തിൽ ഒരത്ഭുതമുണ്ട്. നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് തൊട്ട് വായിച്ചാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് തൊട്ട് വിട്ടാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. മതി. നിന്റെ ദാസനായ, ഓർക്കണം, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററായിരുന്ന അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിരുന്ന ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവൻ മരിക്കുമ്പോൾ കടഭാരം വരുത്തിയിട്ടാണ് പോയത്. സ്തോത്രം. പ്രിയമുള്ളവർ, കടം വാങ്ങിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവർ, നിങ്ങൾ നോക്കിയേ, ഒരിക്കലും ആ കുടുംബം അങ്ങനെ ഒരു വഴിയിലൂടെ പോയി കാണത്തില്ല. പക്ഷെ വേദനയുടെ വഴിയിലൂടെ 2 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുവാൻ ഇത് കടക്കാർ വന്ന് നിൽക്കുമ്പോൾ അവൾ നിലവിളിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. ഇതിനകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? പ്രിയമുള്ളവരെ, നിലവിളുടെ മുമ്പിൽ ദൈവം തൻ്റെ ദാസനെ ഭവനത്തിലേക്ക് അയച്ചു. നിങ്ങൾ നോക്കിയേ, ഒരിക്കലും നടക്കാത്ത ചില വഴികൾ, ഒരിക്കലും പോകാത്ത ചില അത്ഭുതങ്ങൾ. നിങ്ങൾ നോക്കി, അവരുടെ കണ്ണുനീരിനകത്തും ഒരു അത്ഭുതം ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്നു. സ്തോത്രം. അല്ലേ? അവിടെ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? നിന്റെ കയ്യിൽ എന്തുണ്ട്? അവിടെ കയ്യിലുള്ള അല്പം എണ്ണ മാത്രം കൊടുത്തു. ഹല്ലേലൂയ. അത് ദൈവദാസൻ പ്രാർത്ഥിച്ച് തിരിച്ചു കൊടുത്തു. സകല പാത്രങ്ങളിലും അത് നിറയ്ക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അത് വിറ്റ് ആ കടഭാരം മുഴുവൻ മാറി ആ ദേശത്ത് അവൾ മാനിക്കപ്പെട്ടു. ഒരു ദൈവ പൈതലിൻ്റെ ഭവനം
അപമാനിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആരെങ്കിലും കടഭാരത്താലോ ഞെരുക്കത്താലോ ഇന്ന് കഷ്ടതയിലും പ്രാർത്ഥിക്കുവാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കടഭാരത്താൽ ഞെരുങ്ങിയ പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വഴി തുറക്കണമേ എന്ന് ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ ഭവനത്തിൽ ദൈവത്തിന് ഉറവ് തുറക്കാൻ കഴിയും. ആ വഴിയിലൂടെ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇങ്ങനൊരു അത്ഭുതത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ടോ? പ്രിയമുള്ളവർ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് എണ്ണ തരുമെന്ന് നല്ലത്. നമ്മുടെ വീടിനകത്ത് ഒരത്ഭുതത്തിന് വഴിയെ ദൈവം തുറക്കാം. വിശ്വസിക്കുക. ഹല്ലേലൂയ. അവർക്ക് ആരെയും ആശ്രയിക്കാനില്ലായിരുന്നു. ആ ദേശത്ത് ആരോട് പറയാനാ? ആരുമില്ലായിരുന്നു. അവർ നിലവിളിച്ചു ദൈവത്തോട്, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ സ്ഥിതി നിനക്കറിയാമല്ലോ. അദ്ദേഹം ഒരു ദൈവഭക്തനായി, ഇതൊരു ഭക്തിയുള്ള കുടുംബമാണ്. ഈ കടഭാരത്തിന് നടുവ് ഞങ്ങൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഹല്ലേലൂയ ഇങ്ങനൊരു വഴി തുറക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ദൈവത്തോട് നിലവിളിക്കുന്നത്. ദൈവത്തിൻ്റെ കൈകളിൽ വഴികൾ ഒരിക്കലും തീർന്നു പോയിട്ടില്ല. അത്ഭുതങ്ങളുടെ കലവറയാണ് എൻ്റെ ദൈവത്തിൻ്റെ കാര്യം. ഏത് വിധേനയും ദൈവത്തിന് നിന്നെ മാനിക്കാൻ കഴിയും. അത്ഭുതം ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് പോലും ദൈവം അത്ഭുതത്തിൻ്റെ വഴികളെ നമുക്കായി വരിക. വിശ്വസിക്കുക. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവമഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഇത് ധൈര്യമായിട്ടിരിക്കുക. അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ ദൈവം നിൻ്റെ ഭവനത്തിലുണ്ട്. സ്തോത്രം. നിലവിളിക്കണം, കരയണം. 2, ശുദ്ധീകരണം പ്രാപിക്കണം. എപ്പോഴും അല്ലെങ്കിൽ കുറവുകളും ബലഹീനതകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുന്നുവെങ്കിൽ, ഉപവസിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവത്തിലെ ഒരത്ഭുതം നടക്കാതിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറയുക, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. സ്തോത്രം. ഒന്ന് നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. സ്തോത്രം. ഏത് വിഷയത്തിന് മുമ്പിലാണെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് രാജ്യത്തിൻ്റെ വിഷയമാണെങ്കിലും, നിന്റെ ഭവനത്തിൻ്റെ വിഷയമാണെങ്കിലും നിലവിളിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. 2, ശുദ്ധീകരണം മറന്നു പോകരുത്. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. വായ്പ വാങ്ങി എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചു. ഞാനൊരു കാര്യം ഇങ്ങോട്ട് ചോദിക്കാം. നമ്മൾ ഒരുത്തി എന്ന് വെച്ചൊരു കോടാലി വാങ്ങിച്ചു, വായ്പ വാങ്ങിച്ചു, തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു, അത് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ആരെങ്കിലും നിലവിളിക്കുമോ? വിളിക്കുമോ? ഒരിക്കലും നിലവിളിക്കത്തില്ല. ഒരു കോടാലിയുടെ വിലയെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ അത് നമുക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ സോറി പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ ധാരണ. പക്ഷേ ഈ ശിഷ്യനുണ്ടല്ലോ, കോടാലിയുടെ വിലയല്ലായിരുന്നു പ്രധാനം. അവനൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ മടങ്ങി വരുമ്പോൾ ഇത് തിരിച്ചു തരാം. അത് പറഞ്ഞാണ് അവൻ വാങ്ങിക്കൊണ്ട് പോയി. നോക്കണം, അവൻ അവിടെ നിന്ന് നിലവിളിക്കാനൊരു കാര്യമുണ്ട്. ഒരു കോടാലിക്ക് വേണ്ടിയല്ല അവൻ നിലവിളിച്ചത്. അവൻ്റെ വിശ്വസ്തത അവിടെ പോയി. നമ്മൾ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, നിങ്ങൾ ശുദ്ധീകരിക്കണം, അവിശ്വസ്തത കാണിക്കരുത്. ഒരു കാര്യത്തിലും, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് കാര്യത്തിലാണെങ്കിലും അവിശ്വസ്തത ദൈവത്തിന് വിരോധമാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് വിരോധമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരാൻ പാടില്ല. നിസ്സാരമായ കാര്യമെന്ന് തള്ളുന്നതൊക്കെ, പ്രിയമുള്ളവർ, അതൊക്കെ ദൈവസന്നിധിയിൽ വിലയേറിയതാ. ഒരു പേന വാങ്ങിച്ചു, നമ്മളൊക്കെ വിട്ടുപോയി, കൊടുത്തില്ല. ഒരു പുസ്തകം വാങ്ങിച്ചു, നാളുകളായിട്ടും കൊടുത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു പുസ്തകമല്ലേ, ഒരു പേനയല്ലേ. പക്ഷേ അവിടെയൊക്കെ പോകുന്നത് നമ്മുടെ വിശ്വസ്തതയാണ്. നമ്മുടെ വിശ്വസ്തത എവിടെയെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോട് ക്ഷമിക്കണം. അവിടെ ഒരു അവിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശുദ്ധീകരണത്തിൻ്റെ ദിവസമാണ്. ഇന്ന് സഭ അല്ലെങ്കിൽ വിശുദ്ധ സഭായോഗമാണ്. ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തിലെ ഒരു വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി തുറക്കണമെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. നോക്ക്, ഹല്ലേലൂയ, പ്രവാചക ശിഷ്യ എവിടെയാണ് പോയത്? ഇവിടെയാണ്. കണ്ടോ, ഇവിടെയാ പോയത്. അവൻ ആ സ്ഥലത്തൊന്നും മാറിയിട്ടില്ല. അവിടെ നിന്ന് തന്നെ അത് മടക്കി ലഭിച്ചപ്പോഴാണ് അവൻ്റെ നിലവിളി നിന്നത്. ഇതില്ലാതെ ഞാൻ തിരിച്ചു പോകത്തില്ല. നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെങ്കിൽ, നിന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്ന് ഇന്ന് പകൽക്കാലം ചിന്തിച്ച് അതിലേക്ക് മടങ്ങി വരുക. ദൈവാത്മാവ് ഓർപ്പിക്കുക. സ്തോത്രം. അവിടെ ഒരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടോ,
ഒരിക്കലും ഒരു ഇരുമ്പ് കോടാലി പൊങ്ങി വന്ന ചരിത്രമില്ല. പക്ഷെ ദൈവം അത് ചെയ്തു. കാരണം എന്താണെന്നറിയാമോ? ഈ ശിഷ്യന്റെ വിശ്വസ്തയ്ക്ക് വേണ്ടിയുള്ള കരച്ചില്, അവൻ വിശ്വസ്തനാകാൻ വേണ്ടിയുള്ള അവൻ്റെ ഹൃദയത്തിലെ വാഞ്ച. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഒരു അവിശ്വസ്ത വന്നെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മളെ അവിശ്വസ്തനെന്ന് ലോകമെണ്ണും. പിന്നെ എത്ര വിശ്വസ്തനായാലെങ്കിലും ആ ഒരൊറ്റ അവിശ്വസ്തതയെ ജനം ചോദ്യം ചെയ്യും, ദൈവത്തിൽ പിശാച് ചോദ്യം ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളോ വീഴ്ചകളോ അബദ്ധങ്ങളോ അവിശ്വസ്തകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ, ഞാൻ മടങ്ങി വരിക, ഞാൻ മടങ്ങി വരിക. പ്രിയമുള്ളവരെ, അവിടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, വിശ്വാസത്തിൽ നമ്മൾ ശക്തരാകാൻ പോകുക, സ്തോത്രം. രണ്ട്, വിശുദ്ധീകരണത്തിലും നമ്മൾ ശക്തരാകണം, വിശ്വസ്തയിൽ നമ്മൾ ശക്തരാകണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും പെട്ടതാണ്. ഹല്ലേലൂയ, ഇതെല്ലാം നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ പോലെ തന്നെ ഇന്നും അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ഈ സ്തോത്രം ഒരു വെള്ളിയാഴ്ച ഒരു ആരാധന അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ വിശ്വസ്തത എപ്പോഴും കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ജോലി കാര്യങ്ങളിൽ, പോക്കിൽ, വരവിൽ, സംസാരത്തിൽ, ഇടപെടൽ, ദൈവകാര്യങ്ങളിലും പുറത്തുള്ള കാര്യങ്ങളിലും നമ്മൾ 100% വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ഇത് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഈ ശിഷ്യനെന്ന് പറയുന്ന ആൾ. അതായത് എലീശയുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഈ ശിഷ്യൻ. ഇവൻ ഒരു പ്രശ്നം കാണിച്ചാൽ ആ ഗുരുവിന് നാണക്കേടാ. സഭയിൽ ഒരു വിശ്വാസി അവിശ്വസ്ത കാണിച്ചാൽ അവിടുത്തെ സഭയ്ക്ക് നാണക്കേടാ. പ്രിയമുള്ളവരെ, ഒരു മകൻ ഒരവിശ്വസ്ത കാണിച്ചാൽ പിതാവിന് നാണക്കേടാ. ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ ഹല്ലേലൂയയായി തീരണം, ഏറ്റുപറയണം. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടു, നിലവിളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഒന്ന് വായിച്ചാട്ടെ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം. മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. പ്രിയമുള്ളവരെ, മതി, അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, സ്വതന്ത്ര അബ്രഹാമും ഈ സംഭവം നമുക്കറിയാം. ഞാൻ അതൊന്നും പറയാനല്ല നിൽക്കുന്നത്. 1-2 വാക്യത്തിലൂടെ 1-2 പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കിയ ദൂരത്ത് നിന്ന് അബ്രഹാം ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലം? തൻ്റെ മകനെ യാഗം കഴിക്കുന്ന സ്ഥലം. ഇന്ന് എത്ര തകർച്ചയാണ് നിങ്ങൾ നോക്കിയേ. നാളുകളായി കരഞ്ഞ് ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിനെ യാഗം കഴിക്കാൻ താൻ 3 ദിവസമായിട്ട് യാത്രയില്ല. നിങ്ങൾക്കറിയാമോ, ആ 3 ദിവസം താൻ ഇതുവരെയും പോകാത്തൊരു കഷ്ടതയുടെ വഴിയാണ്. ഇപ്പം നമ്മൾ ചെറിയ കഷ്ടതയുടെ വഴിയിലൂടെ പോകുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ വേദനയാണ്. എന്നാൽ ഇതുപോലൊരു വഴിയിൽ അബ്രഹാം പോയിട്ടില്ല. സ്വന്തം മകനെ യാഗം കഴിക്കാൻ ഒരു പിതാവ് കരങ്ങളിൽ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതുവരെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഇതുപോലൊരു വേദന താൻ അനുഭവിച്ചിട്ടില്ല. താൻ പുറത്തത് കാണിച്ചില്ലെങ്കിലും, മകനോടത് വെളിപ്പെടുത്തിയില്ലെങ്കിലും, തൻ്റെ ഹൃദയത്തിലെ വേദന ഒരു പിതാവായിരിക്കുന്ന നമുക്കറിയാം ആ വേദന. നമ്മുടെ കുഞ്ഞിനത് വരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കരയും, എത്ര നിലവിളിക്കും. പക്ഷെ അബ്രഹാം അതൊക്കെ ഒതുക്കിക്കൊണ്ട് ഈ 3 ദിവസം താൻ വഴിയാത്ര ചെയ്തു. അവിടെ നിന്ന് ആ സ്ഥലം കണ്ടപ്പോൾ താൻ തകർന്നുപോയി. സ്തോത്രം. ഇവിടെയാണല്ലോ എൻ്റെ മകനെ നാളെ തിരിച്ച് താൻ ഒറ്റയ്ക്ക് വരണമല്ലോ എന്ന് പറഞ്ഞാൽ സകലതും തീരുക, തൻ്റെ തലമുറ തീരുക, താൻ ഇതുവരെ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം തീരുക, കിട്ടിയ മറുപടി നഷ്ടപ്പെടുക. ഇതൊക്കെ താൻ വിചാരിച്ചു കാണും. പ്രിയമുള്ളവർ, ഒരിക്കലും ഈ മകനുമായി തിരിച്ചു വരുമെന്ന് അബ്രഹാമിൻ്റെ മനസ്സിലില്ല. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് അബ്രഹാമിന് അപ്പോൾ അറിയത്തില്ലായിരുന്നു. യാഗം കഴിക്കുവാൻ തന്നെ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ തന്നെ 22-7 ഒന്ന് വായിച്ചാട്ടെ. 7-ഉം 8-ഉം കൂടെ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. എൻ്റെ സമയം തീരുക, വേഗം. അടുത്തതും കൂടെ. മതി.
രണ്ടുപേരും കൂടെ സംശയം തീർക്കുക. മകൻ ചോദിക്കുക, അപ്പാ എല്ലാം ഉണ്ട്, തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, എന്ത് ആട്ടിൻകുട്ടി എന്ത് ചെയ്യേ? സംശയമായി. അപ്പം പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, ആട്ടിൻകുട്ടിയെ ദൈവം കരുതും. അതിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ വായിച്ചോട്ടെ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കണ്ടോ, ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്ന കണ്ടു. പ്രിയമുള്ളവരെ, ഇവര് ചോദിച്ചതും നനച്ചതും ഒരാട്ടുകുട്ടിയായിരുന്നു. പക്ഷെ ദൈവം ഒരുക്കിയത് ഒരാട്ടുകൊറ്റനെയാണ്. ഒരു സ്തോത്രം വന്നില്ല. അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ആട്ടുകൊറ്റനും ആട്ടുംകുട്ടിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ, ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് ഒരാട് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ആട്ടുകൊറ്റനാകുന്നത്. പ്രായപൂർത്തി ആകണമെങ്കിൽ 16 വർഷം കഴിയണം. ഒരാടുണ്ടായി 16 വർഷം കഴിയുമ്പോഴാണ് ആട്ടുകൊറ്റനാകുന്നത്. അന്നേരം അതിനെ പ്രജനനത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അതുവരെ അത് ആട്ടിൻകുട്ടിയുടെ ലെവലിലാണ്. ഇവരൊക്കെ പ്രതീക്ഷിച്ചത് ഒരാട്ടിൻകുട്ടി അവിടെ കിട്ടുമെന്ന. സ്തോത്രം, സ്തോത്രം. 16 വർഷം പ്രായമുള്ള ഒരു ആട്ടുകൊറ്റനെ ദൈവം ഒരുക്കി. യാഗം കഴിക്കാൻ പോയ, സ്തോത്രം, അല്ലെങ്കിൽ ഇസഹാക്കിന് 14 വയസ്സ്. നിങ്ങൾക്കറിയാമോ, 2 വർഷം മുമ്പ് ഇസഹാക്കിന് വേണ്ടി ദൈവം ഒരു ആട്ടുകൊറ്റനെ കരുതി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഇസഹാക്ക് ജനിക്കുന്നതിന് 2 വർഷം മുമ്പ് ഒരാട്ടുകൊറ്റനെ ദൈവം അവിടെ കരുതി. മോറിയ മലയിൽ കരുതി. പ്രിയ ദൈവം ഇതിലെ ഓർത്ത് നോക്കിയ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതുന്ന വഴി. ദൈവത്തെ ആരാധിച്ചത്, ദൈവത്തെ വിശ്വസിച്ചത് ഒരിക്കലും നഷ്ടമല്ല, ഒരിക്കലും നഷ്ടമല്ല. ആ ദൈവം നിന്നെ കൈവിട്ട് ഇന്ന് നീ ഒരു നല്ല ശക്തനായ വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, പ്രിയ ദൈവത്തിലെ സ്തോത്രം, നിന്റെ തലമുറയെ ദൈവം മാനിക്കത്തക്ക നിലകളിൽ മുന്നമേ അവൻ നിനക്ക് വേണ്ടി കരുതും. ഇന്ന് പലപ്പോഴും പലരും ഇവിടെ ഇരിക്കുന്ന ഭാരമെന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ഭാരത്തിലല്ല ഇരിക്കുന്നത്, നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള. പ്രിയ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന്, വിധവയാസ്ത്രീയുടെ തലമുറയെ ബന്ധിക്കാൻ വന്ന പിശാചിനെ ദൈവം ഹല്ലേലൂയ ബന്ധിച്ചു. രണ്ടാമത്, സ്തോത്ര, ഇവനെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ ദൈവം പ്രസാദിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ടല്ലോ, അത്ഭുതമൊന്നും തീർന്നു പോയിട്ടില്ല. സകലതിനെ മുളവാക്കി ഒറ്റ വാക്കിൽ വിളിച്ചു വരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ വിഷയം അത് വെച്ച് നോക്കുമ്പോൾ ഒരു വിഷയമല്ല ദൈവം. അതിലെ ഇന്ന് പൽക്കാലം ഏറ്റെടുത്ത് കടന്നു പോകും. വിശ്വാസത്തിൽ ഒന്ന് ഉറച്ച് ബലപ്പെട്ട്, എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യുമെന്ന് ആര് വിശ്വസിച്ച് കടന്നു പോകുന്നു, നിനക്കൊരു വിടുതലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അനേക വിഷയങ്ങളിൽ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ സമയം തീർന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പേപ്പട്ടി കടിച്ച് മരണത്തോട് മുഖാമുഖമായി ഞാൻ കടന്നൊരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ നിലവിളിയായിരുന്നു. സ്തോത്രം. അവിടെ ഞാൻ നിലവിളിച്ച്, കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ ഭാര്യയ്ക്ക് അവിടെ ഓർക്കുമ്പോൾ 2 കുഞ്ഞുങ്ങൾ. അന്ന് എൻ്റെ കുഞ്ഞ് 2 മക്കളിൽ ഒന്ന് ഇത്രയേ ഉള്ളൂ, ഇളയത്. മൂത്തത് 10 വയസ്സ്. ഇന്ന് ഇവരിയ്ക്കുന്ന പോലെ തന്നെ അവർ അന്ന് ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ചങ്കടിഞ്ഞ്, കർത്താവേ, ഈ പേപ്പട്ടി കഴിച്ചിട്ട് 4 പേരെ കടിച്ചു. അവരെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ലേറ്റായി. അവിടെ അന്ന് ഇഞ്ചക്ഷൻ റൂമില്ല. പ്രിയമുള്ളവർ, പെട്ടെന്ന് രാത്രിയായി. ഈ ജനങ്ങളാൽ നിറഞ്ഞു. പ്രാർത്ഥനക്കാർ വരുന്നു. എല്ലാവരും കണ്ണീരായി, പ്രാർത്ഥനയായി. ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ നെഞ്ചത്തങ്ങ് പൊട്ടാൻ തുടങ്ങി. നേരം വെളുത്തിരുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും 12 മണി 1 മണിയായപ്പോൾ പിരിഞ്ഞു പോയി. ഞങ്ങൾ ഒറ്റയ്ക്കായി. ഈ കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യും? എൻ്റെ അടിവയറ്റിൽ നിന്നൊരു വലിയ വിഷമം ഇങ്ങോട്ട് കയറി വന്ന് ചങ്ക് പൊട്ടുന്നൊരു വേദന. ഞങ്ങളോട് ഞാനിപ്പോൾ മരിച്ചു പോകും. അവൾ പെട്ടെന്ന് വേഗത്തിൽ പറഞ്ഞു വിടാം. പെട്ടെന്നൊരു പാവുണ്ടായിട്ടിട്ട് പറയാം, അച്ഛാ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല. ഹല്ലേലൂയ സ്തോത്രം, അത് സംഭവിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഭാര്യയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ മുട്ടമേലിരുന്നു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ കുറവുകളെല്ലാം ഞാൻ ഉറക്കേറ്റു പറഞ്ഞു, നിലവിളിച്ചു. പ്രിയമുള്ളവരെ, അവിടെ ഇരുന്നൊരു പാട്ടുപാടി ആരാധിച്ചു. നിങ്ങൾക്കറിയാമോ, 12 മണിക്ക് തുടങ്ങിയ ആരാധന 5 മണി വരെ. 5 മണിയായപ്പോൾ കുഞ്ഞുങ്ങളൊരിടത്ത്, അതിൽ പായൊരിടത്ത്, ഞങ്ങളൊരിടത്ത്, അവളൊരിടത്ത്. സ്തോത്രം. എന്നറിയാമോ, അന്ന് രാത്രിയിൽ ദൈവം അഭിഷേകത്താൽ നിറച്ചു. കണ്ടോ, ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതം. പ്രിയമുള്ളവരെ, ലോകത്തിൽ എത്ര ശ്രമിച്ചാലും ചോദിച്ചാലും കിട്ടാത്തൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷയെ ദൈവം മാനിച്ചു. ഞാൻ കൂടെ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ വിഷയത്തിലും ഒരത്ഭുതമുണ്ട്. ദൈവം നിന്നെ കൈവിട്ട് കളയത്തില്ല. കടഭാരമാകട്ടെ, അല്ലെങ്കിൽ പ്രയാസമാകട്ടെ, വീടിൻ്റെ ആകട്ടെ, തലമുറയിലാകട്ടെ, ഏത് വിഷയമാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ഉറപ്പോടെ, ധൈര്യത്തോടെ ഇന്ന് രാത്രി പൽക്കാലം മുടങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം വേർതിരിച്ചെന്ന കർത്തദാസനോട് കുടുംബത്തോടുമുള്ള ഈ സഭയോടുള്ള പ്രിയപ്പെട്ട നന്ദി, എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു.
ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.